ഗൈസ്, അങ്ങനെ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സമാധാനം. ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സെം ബ്രേക്ക് ആണ്. അപ്പോൾ ഇന്നതേ ലാസ്റ്റ് എക്സാം ആയിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു പ്ലാൻ ഇട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. നമ്മുടെ തോപ്പുംപടി സ്റ്റുഡിയോയിലോട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സാധാരണ എക്സാം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് ഓടുന്നതായിരുന്നു. ഇത് പിന്നെ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് എനിക്ക് 3:30 തൊട്ട് 5:30 വരെ എൻ്റെ ആഡ് ഓൺ കോഴ്സിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവരുടെ കൂടെ ഞാനും പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ എത്തി. അത് വൻ കോമഡി ആയിരുന്നു. കാരണം സ്റ്റുഡിയോ എവിടെയാണെന്നും എവിടെയാണ് ഇറങ്ങേണ്ടതെന്നും ഏത് ബസ്സിൽ കയറണമെന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ച് എങ്ങനെയൊക്കെയോ കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടു. നാട്ടുകാർ മൊത്തം ഞങ്ങളെ നോക്കി ചിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും വെളിവില്ലാതെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പിന്നെ ആ പരിസരത്തോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോവുകയാണ്. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കും കേസ് എനിക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ടിക്കറ്റ് അതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന പരിപാടി. അപ്പോൾ ഇതും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഇത് ദേഹിപൂരിയോ അങ്ങനെ എന്തൊരു സാധനം, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഞാൻ പാനിപ്പൂരി സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൂ. അതും കഴിച്ച് പിന്നെ ഞങ്ങൾ നടന്നു. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിലേക്ക്. അപ്പോൾ പിന്നെ പകുതി എത്തിയ സമയത്ത് നമ്മൾ ഷേക്കും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ കുടിച്ചില്ല, കാരണം എനിക്ക് സമയം വൈകി കേസ്. പിന്നെ ഞാൻ വേഗം ഒരു സിപ്പ് എടുത്ത് ഓടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ എന്നെ കാത്ത് 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.